ഗാങ്സ്റ്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു ഹണി ട്രാപ്പിൻ്റെ പേരിൽ ഒരു ഭിന്നശേഷിക്കാരനെ കൊച്ചിയിലെ പനമ്പള്ളിയിലെ ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കി വീഡിയോ എടുപ്പിച്ച് അതിന് വശംവദനാകാതെ വന്നപ്പോൾ ക്രൂരമായി ആ ഭിന്നശേഷിക്കാരനെ, സംസാരശേഷിയും കേൾവിശേഷിയിലും പരിമിതി നേരിടുന്ന ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡായ ഒരു മനുഷ്യനെ ഇൻസ്റ്റയിലൂടെ വളരെ ഫേക്കായിട്ട് പരിചയപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഹണി ട്രാപ്പിൽ കുടുക്കിയ 5 അംഗ സംഘത്തിൽ 4 ആൺകുട്ടികൾക്ക് കൂടെ, അതും അന്യമതസ്ഥർക്ക് കൂടെ, ഏക പെൺതരി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അല്ലേ. അവൾ ചൂളി പോകുന്നില്ല പോലീസിൻ്റെ മുമ്പിൽ. എത്ര ബോൾഡായിട്ടാണ് അവൾ ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ ചിരിച്ച് നിൽക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ആ ക്യാമറകളുടെ മുമ്പിൽ അശേഷം ലജ്ജയുടെ ലാഞ്ചനയില്ലാതെ അങ്ങനെ തുറിച്ചു നോക്കി ചിരിക്കാൻ അവളെ പാകപ്പെടുത്തിയതിൻ്റെ പിന്നിൽ അവൾ വന്ന കുറച്ച് കൈവഴികൾ ഉണ്ടാവൂലേ, ആ വഴികൾ എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത്? ആ പെൺകുട്ടി കൗമാരക്കാരി അങ്ങനെ ആയി മാറിയതിൻ്റെ പിന്നിൽ ചില ഇടവഴികൾ ഉണ്ടാകൂലേ, ആ വഴികൾ എന്താ നമ്മൾ കണ്ടെത്താത്തത്? നമ്മൾ അവൾ അങ്ങനെ ആയി എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെക്കാൻ നമുക്ക് വളരെ സുഖമാണ്. പുതിയ കാലമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഉപമകളെ മനസ്സിലാക്കണം. ഉപമകളെ